നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ചില പ്രസ്താവനകൾ വിവാദമായി മാറുന്നത് ഇന്ന് നിത്യകാഴ്ചയാണ്. വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ ഗാന്ധിയും തുടർന്ന് പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്നായിരുന്നു CPM PB അംഗം വിജയരാഘവൻ പറഞ്ഞത്. വിജയരാഘവന്റെ പ്രസ്താവനയെന്ന് ഏറെ വിവാദങ്ങളും ഉണ്ടാക്കി. വിജയരാഘവൻ മാത്രമല്ല, നിരവധി ഭരണ പ്രതിപക്ഷ നേതാക്കൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് നിത്യകാഴ്ചയാണ്. അതിപ്പോൾ കേരളത്തിലായാലും രാജ്യത്തിന്റെ തലസ്ഥാനത്തെയും കാഴ്ച അതുതന്നെ. അത്തരത്തിൽ ഇന്ത്യ ഉറ്റുനോക്കിയ ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നിരവധി നമ്മൾ കേട്ടിരുന്നു. വയനാട് MPയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്കെതിരെ BJP നേതാവ് രമേശ് ബിദൂരി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു അതിലൊന്ന്. ഡൽഹി മുഖ്യമന്ത്രി അതീഷിക്കെതിരെയായിരുന്നു രമേശ് ബിദൂരി മത്സരിച്ചത്. താൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിള് പോലെ മിനുസമുള്ളതാക്കുമെന്നായിരുന്നു രമേശ് ബിദൂരിയുടെ വിവാദ പരാമർശം. BJP നേതാവിന്റെ വിവാദ പരാമർശത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. BJP സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേത് പാർട്ടി ഉന്നത നേതൃത്വം പ്രിയങ്കയോട് കൈകൂപ്പി മാപ്പ് ചോദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അതീഷിക്കെതിരെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് രമേശ് ബിദൂരി തോറ്റത്. കൂടാതെ രാമായണത്തെ കൂട്ടുപിടിച്ചും പാർട്ടികൾ പോരടിക്കുന്ന കാഴ്ചയാണ് പ്രചാരണ വേളയിൽ നമ്മൾ കണ്ടത്. വനവാസകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ അയച്ച സ്വർണ്ണമാനിനെ പോലെയാണ് BJP എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഏറെ വിവാദമായി തീർന്നിരുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കാതെ BJP വഞ്ചിക്കുമെന്ന് കാണിക്കാനാണ് ഇത്തരത്തിൽ കെജ്രിവാൾ പ്രതികരിച്ചതെങ്കിലും രാമായണത്തെ അവഹേളിച്ചെന്ന് BJP കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെയും അടുത്ത വിവാദ പ്രഖ്യാപനവുമായി BJP നിയുക്ത MLA രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തിന്റെ പേര് മാറ്റുമെന്നാണ് നിയുക്ത MLAയുടെ പ്രഖ്യാപനം. മുസ്തഫാബാദ് എന്ന മണ്ഡലത്തിന്റെ പേര് മാറ്റി ശിവപുരി എന്നോ ശിവവിഹാർ എന്നോ ആക്കുമെന്നാണ് മുസ്തഫാബാദിൽ നിന്ന് വിജയിച്ച മോഹൻ സിംഗ് ബിഷ്ട് പറയുന്നത്. ന്യൂനപക്ഷ മണ്ഡലമായ മുസ്തഫാബാദിൽ നിന്ന് 17,578 വോട്ടിനാണ് മോഹൻ സിംഗ് ബിഷ്ട് വിജയിച്ചത്. AAPയുടെ അദീൽ അഹമ്മദ് ഖാൻ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 85,215 വോട്ടാണ് മോഹൻ സിംഗ് ബിഷ്ട് നേടിയത്. ഒരു സെൻസക്സ് നടത്തി മുസ്തഫാബാദിന്റെ പേര് ശിവവിഹാർ എന്നോ ശിവപുരി എന്നോ മാറ്റും. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ താൻ പേര് മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യുമെന്നും മോഹൻ ബിഷ്ട് പറയുന്നു. കൂടാതെ ഹിന്ദുക്കൾ ധാരാളമായി താമസിക്കുന്നയിടത്ത് എന്തുകൊണ്ട് ശിവപുരി എന്നോ ശിവവിഹാർ എന്നോ പേര് വെച്ചുകൂടാ എന്നും മുസ്തഫ എന്ന പേരിൽ ആളുകൾ അസ്വസ്ഥരാണെന്നും പേര് മാറ്റിയേ തീരൂ എന്നും മോഹൻ സിംഗ് ബിഷ്ട് പറയുന്നു. എന്തായാലും BJP MLAയുടെ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയുക്ത MLAയുടെ പ്രസ്താവന എന്തൊക്കെ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.